പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന വിഷയം ഈ ആത്മാവും ആത്മീയതയും കർക്കടകവും. അതെ, ഈ കർക്കടക മാസവും ആത്മീയതയും ആത്മാവും ഒക്കെ തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെ അതിൻ്റെ പ്രത്യേകത എന്ത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിപ്പം ടെലികാസ്റ്റ് ചെയ്യുന്നത് കർക്കിടക മാസം 1-ാം തീയതിയാണ്. ഞാനിപ്പോൾ ഇത് പറയുന്നത് ഒരുപക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും നിങ്ങളിലേക്ക് എത്തുക. ഏതായാലും കർക്കിടക മാസത്തിലായിരിക്കും നിങ്ങളിലേക്ക് ഇത് എത്തുക. ഏതായാലും മനസ്സിലാക്കുക, 12 മാസങ്ങളുള്ളതിൽ ഓരോ മാസങ്ങളും വൈവിധ്യമുള്ളതാണ്. പ്രപഞ്ചത്തിനും പ്രകൃതിക്കും മനുഷ്യ മനസ്സുകളിലും ഒക്കെ ഇതിൻ്റെ റിഫ്ലക്ഷൻസ് വരാറുണ്ട്. നമ്മൾ വേലിയേറ്റം വേലിയിറക്കം എന്നൊക്കെ കേട്ടിട്ടില്ലേ? പ്രപഞ്ചത്തിലുള്ള മാറ്റം അത് മനുഷ്യ മനസ്സുകളിലും പ്രകടമാകും. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ പറയാറില്ല, ചില മനസ്സിന് ചില അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. പ്രപഞ്ചത്തിൻ്റെ മാറ്റം മനുഷ്യ മനസ്സുകളിലേക്ക് ഉണ്ടാകുന്നു. അങ്ങനെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ദേശകാലങ്ങൾക്കനുസരിച്ച് വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും ഉണ്ടാകുന്നു. അത് ഉയർച്ച താഴ്ചയെ ബാധിക്കുന്നു, തീർച്ചയായിട്ടും അനുഭവിക്കാനാകും. അപ്പോൾ ഇവിടെ കർക്കിടക മാസത്തെ എന്തുകൊണ്ടാണ് ആധ്യാത്മിക മാസമായിട്ട് ആത്മീയ മാസമായിട്ട് പലരും ആചരിച്ച് പോരുന്നത്, പ്രത്യേകിച്ച് ഹൈന്ദവീയതയും? അത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, കർക്കിടക മാസം ആയിക്കഴിഞ്ഞാൽ 1-ാം തീയതി ക്ഷേത്രങ്ങളിലൊക്കെ ഭയങ്കര തിരക്കാണ്. വെളുപ്പിനെ എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞും നല്ല മഴയുണ്ടെങ്കിൽ മഴയത്തും കൊടയും പിടിച്ചു അല്ലാതെ നനഞ്ഞുമൊക്കെ പോയി ഉന്തും തെള്ളും തിരക്കും ഒക്കെയാണ്. ഇനി ഒരു ക്ഷേത്രമല്ല, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തടുത്തേക്ക് വെച്ച് പിടിക്കുകയാണ്. ചിലരാണെങ്കിൽ ഒരു ടെമ്പോ ട്രാവലർ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളിൽ ചുറ്റി വന്ന് പുണ്യവും സുഹൃത്തും നേടാൻ ഓട്ടമാണ്. അപ്പോൾ എന്താണ് ഈ മാസത്തിൽ കിടന്ന് ഓടാനുള്ള കാരണം? ഇനി കർക്കിടക മാസത്തിലാണല്ലോ ആത്മാക്കളുടെ മാസം എന്ന് പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ ആത്മാക്കൾ തൻ്റെ ബന്ധുമിത്രാദികളുടെ സമീപത്തേക്ക് എത്തപ്പെടുന്ന ഒരു മാസമെന്നും ഒപ്പം അതിനൊരു ദിവസമുണ്ട്, കർക്കിടക വാവ്. ആ സമയത്താണ് പിതൃക്കൾക്ക് വേണ്ടി ബലിതർപ്പണങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടെ അവർ നമ്മളടുത്തിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു സങ്കല്പത്തിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെയാണല്ലോ കരുതിപ്പോരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കർക്കിടക മാസത്തിന് എന്തൊക്കെയോ ചില പ്രത്യേകതയുണ്ട്. ഇനി കർക്കിടക മാസത്തിലാണെങ്കിലോ രാമായണ മാസ ആചരണമാണ്. എനിക്ക് തന്നെ പല ക്ഷേത്രങ്ങളിലും കർക്കിടക മാസത്തിൽ ഈ രാമായണത്തിൻ്റെ ആധ്യാത്മിക രാമായണത്തിൻ്റെ സയൻസിനെ സംബന്ധിച്ചുള്ള പ്രഭാഷണങ്ങൾ മിക്ക വലിയ മഹാക്ഷേത്രങ്ങളിലൊക്കെ പ്രഭാഷണങ്ങൾ നടക്കാറുണ്ട്, പാരായണങ്ങൾ നടക്കാറുണ്ട്. അവിടെ ഓരോരോ ദിവസങ്ങളിലും പല ഇരങ്ങത്തുള്ള ആൾക്കാരെ വിളിച്ച് പ്രഭാഷണങ്ങളൊക്കെ നൽകാറുണ്ട്. അക്കൂട്ടത്തിൽ എല്ലാ വർഷവും ഇത്തവണ എനിക്ക് കുറച്ച് ക്ഷേത്രങ്ങളിൽ എൻ്റെ വിഷയം രാമായണത്തിലെ ആത്മീയ ശാസ്ത്രം എന്നുള്ളതാണ്. ആ കഥാചരിതത്തിലെ സ്പിരിച്വൽ പെർസ്പെക്റ്റീവ് എന്താണ്, അതെങ്ങനെ മനുഷ്യ മനസ്സുകളെയും സമൂഹത്തെയും ഉപയോഗപ്പെടുത്താം എന്നുള്ള തലത്തിലുള്ള മനഃശാസ്ത്ര കാഴ്ചപ്പാടാണ് എൻ്റെ പ്രഭാഷണങ്ങളിൽ ഞാൻ കൂടുതലും ലളിതവൽക്കരിച്ച് കൊടുക്കാറുള്ളത്, സയൻറ്റിഫിക്കായിട്ട്. അങ്ങനെ ആത്മീയ ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ രാമായണ മാസം അല്ലെങ്കിൽ കർക്കിടക മാസത്തിലാണ് സംഭവിക്കുന്നത്. എന്താണ് കർക്കിടകവും ആധ്യാത്മികതയുമായിട്ടുള്ള ഇത്ര ഒരു ബന്ധം? അതിലേക്കാണല്ലോ നമ്മൾ പോകുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ, മനുഷ്യനെപ്പോഴും ഭയം എപ്പോഴാണ് വരുന്നത്? എന്നിൽ നിന്നെന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ, ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ളൊരു അവസ്ഥ ഉള്ളിൽ നിന്ന് സംജാതമാകുമ്പോഴാണ്. അപ്പോഴാണ് ഫിയർ. ഭയം വരുമ്പോൾ നമ്മൾ ഡൗൺ ആവും. ഭയത്തിൽ നിന്നാണ് എല്ലാ മരണം പോലും ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാൻ കർക്കിടക മാസത്തിലാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. കാരണം ആദ്യം ഭക്ഷണത്തിൽ തന്നെയായിരുന്നു. പണ്ട് കാലത്ത് നമുക്കറിയാമല്ലോ, കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമായിരുന്നു നമ്മുടെ ജീവിതം. കൃഷിയിടങ്ങളൊക്കെ പലപ്പോഴും കർക്കിടക മാസത്തിൽ കൊടുത്ത ഈ മഴയിലും കാറ്റിലൊക്കെ കൊണ്ട് നശിച്ചു പോകുന്നു. പഞ്ഞക്കർക്കിടകം എന്നാണ് പറയുന്നത്. അറുതിയുടെയും വറുതിയുടെയും കാലഘട്ടമാണ് കർക്കിടക മാസം. അതായത് വല്ലാതെ ടോക്സിക് നെഗറ്റിവിറ്റിയുടെ സംഭവം. രോഗങ്ങളൊക്കെ വർദ്ധിക്കുന്നു. കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുകയും ചെയ്യുന്നു ആ സമയത്ത്. കാരണം ഭക്ഷണ സാമഗ്രികളൊന്നും പണ്ട് അതുപോലെ ഇല്ല, എല്ലാം ഇറയത്ത് കുത്തിയിരിക്കും ആൾക്കാർ, എല്ലാം ഉള്ളതെല്ലാം നനഞ്ഞു പോകുന്നു. പിന്നെ ദഹന പ്രക്രിയകൾക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ ഉടലെടുക്കുന്നു. അപ്പോൾ ഒരു ഭയം വരും. പൊതുവെ 12 മാസങ്ങളിൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നൊരു മാസമാണ് കർക്കിടകം. കാരണം പ്രകൃതിയുടെ ആ ഒരു അവസ്ഥ തന്നെ. ഇങ്ങനെ വരുമ്പം രോഗങ്ങളൊക്കെ ആദ്യം വ്യാധിയായിട്ട് കൂടുതലുണ്ടാകുന്നു. അപ്പോൾ അതിനെ തരണം ചെയ്യാൻ ആത്മാവിനും ശരീരത്തിനും പരിപാലനത്തിലൂടെ മറുകര കടക്കുക, ശരീരത്തിനും മനസ്സിനുമുള്ള ശക്തി വർദ്ധിപ്പിക്കാൻ കർക്കിടക മാസത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു.
അത് ശരീരത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഔഷധ സേവകൾ, നല്ല ശരീരത്തിൻ്റെ പരിപാലനങ്ങൾ, ഒഴിച്ചിലും തിരുമ്മലുകളും ഒക്കെ ഉണ്ടല്ലോ. അത് വലിയ മൃഗങ്ങൾക്ക് മനുഷ്യർ ചെയ്ത് കൊടുക്കുന്നു. ആനയ്ക്ക് ആനയൂട്ട് ക്ഷേത്രങ്ങളും കൊടുക്കാറില്ലേ, ഔഷധമാണ്. അപ്പോൾ ഔഷധ സേവയിലൂടെ, ചിട്ടയായ ജീവിതശൈലിയിലൂടെ ശാരീരികമായ ആരോഗ്യം നിലനിർത്തി പോകാൻ ഈ മാസത്തെ മറികടക്കാൻ, ഒപ്പം ആത്മീയമായ ശക്തിക്ക് വേണ്ടിയിട്ട് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിത്യപാരായണം പോലെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ രാമായണം പോലുള്ള മഹാകാവ്യങ്ങൾ, ഭാഗവതവും രാമായണവും അല്ലെങ്കിൽ ഭഗവത്ഗീത, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇതിൽ കാവ്യരൂപേണയുള്ള മഹാകാവ്യമാണല്ലോ രാമായണം. അതിൽ ആ ഇതിഹാസമാണ് രാമായണം. രാമൻ്റെയും അല്ലെങ്കിൽ ആ കഥ, ചരിതം, ചില മനുഷ്യൻ്റെ എങ്ങനെ ജീവിക്കണം, ഉത്തമരായിട്ട് എങ്ങനെ ജീവിക്കണം, അവിടെയുള്ള അരാജകത്വങ്ങൾ എങ്ങനെ തിരിച്ചറിയണം, അങ്ങനെ സുരക്ഷിതമായ ഒരു ജീവിതയാത്ര എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നുള്ള സാരാംശമാണ് ഈ കഥയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പാരായണം ചെയ്തുകൊണ്ട് ആ ഭഗവത് ചിന്തയിൽ ഒരു വ്രതാനുഷ്ഠാനം പോലെ ഈ ഒരു മാസക്കാലം വൈകിട്ട് രാമായണം പാരായണം, അല്ലെങ്കിൽ ഫുൾ ദിവസവും ആ ഒരു മാസക്കാലം പാരായണത്തിലൂടെ കടന്ന് അവസാനം സമർപ്പിക്കുന്ന ഒരു രീതിയാണ്. എന്താ? മനുഷ്യൻ്റെ ഏകാഗ്രതയിലേക്ക് എത്തിക്കാൻ, അതിലൂടെ മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ. ഇപ്പോൾ ചുരുക്കം പറഞ്ഞ ഒരു ആത്മീയ മാസമായിട്ടാണ് രാമായണത്തെ പൊതുവിൽ കണ്ടുവരുന്നത്. അതനുഷ്ഠിക്കുകയും വേണം ചിട്ടവിട്ടയോടെ. പക്ഷെ ചെയ്യുന്നതിന് പിന്നിലുള്ള സയൻസ് അറിയണം. തത്വം അറിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്യാം എന്നുള്ളതല്ലാതെ വലിയ ഫലമൊന്നും ഉണ്ടാകില്ല. കുറേ ഒരു മാറ്റം ഒരു സ്ട്രക്ചറിൽ പോകുന്നു കിട്ടുന്നു എന്നുള്ളതല്ലാതെ ആഴത്തിലുള്ള സയൻസ് അറിഞ്ഞ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫലപ്രാപ്തിയിലെത്തുക. അപ്പം ആത്മാക്കളുടെ മാസമാണെന്ന് പറഞ്ഞു. കാരണം ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കുറയുന്ന കാലഘട്ടമാണെന്ന് അറിഞ്ഞില്ല. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മളിങ്ങനെ പോകുമ്പം ഈ ചെതുക്കിച്ച് നിൽക്കുന്ന ചില മനുഷ്യ ശരീരങ്ങളുണ്ടാവും. അതായത് ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ്. ഈ സമയത്താണ് കൂടുതൽ ജീവാത്മാവ് പരമാത്മാവിലേക്ക് വിലയം പ്രാപിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ മരണം കൂടുതൽ സംഭവിക്കുന്നത് ഈ കർക്കിടക മാസത്തിലാണെന്ന് അർത്ഥം. ഈ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നതുകൊണ്ട് തന്നെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഈ നമ്മൾ റേറ്റിങ്സ് നോക്കി അറിയാൻ പറ്റും ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് രോഗത്താലോ അല്ലാതെ സംഭവിക്കുന്ന എണ്ണം കൂടുതൽ ഈ കർക്കിടകത്തിലായിരിക്കും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആത്മാക്കൾ പരമാത്മാവ് ജീവാത്മാവിനെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഒരു മാസം എന്നർത്ഥം. ഇതാണ് ഈ ആത്മാവും ആത്മീയതയും കർക്കിടകവും മാസവും തമ്മിലുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വളരെ കെയറോടുകൂടി, ശ്രദ്ധയോടുകൂടി, എന്നാൽ അതിനെ നല്ലൊരു വശം കണ്ടുകൊണ്ട് ചിട്ടയോടുകൂടി പോകുമ്പോഴാണ് കർക്കിടക മാസത്തിൻ്റെ പവിത്രത, ശ്രേഷ്ഠത നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ഏത് മാസത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്, എല്ലാ മാസത്തിനും വൈവിധ്യമുണ്ട്, എല്ലാ മാസത്തിനും അതിൻ്റേതായ സവിശേഷതയുണ്ട്. നമ്മളതിനെ നോക്കിക്കാണുന്നത് പോലെയാണ്. അപ്പോൾ കർക്കിടകം ഒരു ദുർഘടമല്ല, മറിച്ച് അത് നമ്മളെ റിജ്യൂനേറ്റ് ചെയ്യാനുള്ള, ഓർമ്മപ്പെടുത്താനുള്ള, വരുന്ന ഒരു വർഷക്കാലം കൂടുതൽ ആരോഗ്യത്തോടും ഐശ്വര്യത്തോടും ജീവിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിനുള്ള ഒരു കാലഘട്ടമാണ് കർക്കിടക മാസം. അവിടെ നമ്മുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കാനും ആത്മീയതയെ പരിപോഷിപ്പിക്കാനും ചിട്ടയായൊരു ജീവിതശൈലിയിലൂടെ തുടർന്നുള്ള ജീവിത കാലഘട്ടങ്ങൾ നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് പോകുവാൻ ലഭിച്ചിരിക്കുന്ന ഒരു അവസരമായി കണ്ടുകൊണ്ട് വേണം കർക്കിടക മാസത്തെ സമീപിക്കാൻ. ക്ലിയർ ആകുന്നുണ്ടല്ലോ? അപ്പോൾ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.